Good afternoon. Okay, Archana, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon, Surishni. Navani, okay. Good afternoon, ma'am. Okay, okay. Sharanya. എല്ലാവരും നമുക്ക് കഴിച്ചാ? ഓക്കെ ഓക്കെ നീലിമ, മന്യ. ഫുഡ് കഴിച്ചാ എല്ലാവരും? കാർത്തിക, ഓക്കെ. കഴിച്ചു. ഓക്കെ ഓക്കെ അക്ഷയ, നിമ്മി. തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ. ഊണ് കഴിക്കാത്തവരൊക്കെ ഊണ് കഴിച്ചോളൂ. ഒപ്പം ക്ലാസ്സും കേൾക്കാം കേട്ടോ. ക്ലാസ് കേട്ടാ മതി. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ 6th മൊഡ്യൂളില് പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, മെറ്റീരിയൽ മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഇന്റേണൽ എന്നാണ് കിടക്കുന്നത് അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിൾ ആണ് അല്ലെ. അതിനെന്താ ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ സിസ്റ്റംസ്, പ്രോസസ്, ബിസിനസ്സുകള്, ഓപ്പറേഷൻസുകള് അല്ലെ, അതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന അതേ ആ കമ്പനിയുടെ അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒരു ടീം ഓഫ് പീപ്പിൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കണം? അവര് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം അല്ലെ, പക്ഷപാതരഹിതമായ രീതിയിൽ സ്വതന്ത്രമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം അല്ലെ. ഒരിക്കലും ആ ഒരു കമ്പനിയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാടില്ല അല്ലെ. പൊളിറ്റിക്കലി അവർ ഒരിക്കലും എന്ത് ചെയ്യപ്പെടാൻ പാടില്ല? ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനായിട്ട് പാടില്ല. ആരോടും ഫേവറിസം ഒന്നും കാണിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. വളരെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ, വളരെ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലായിരിക്കണം അവർ ഇവാലുവേഷൻ നടത്തിയത്. ഓക്കെ. പിന്നെ നമ്മള് പഠിച്ച കാര്യം എന്തായിരുന്നു? അതായത് ഇന്റേണൽ ഓഡിറ്റ് അതിന്റെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? സിഇഒ അല്ലെ. സിഇഒ, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, രണ്ട് ഗവേണിംഗ് ബോഡീസ് അല്ലെ. ഓക്കെ, അവർക്കാണ് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഓഡിറ്റ് കമ്മിറ്റിയിലൂടെയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, ഓഡിറ്റ് കമ്മിറ്റി വഴിയായിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ റിപ്പോർട്ടുകൾ ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്? ഗവേണിംഗ് ബോഡീസിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് കണ്ടു. പിന്നെ എന്താണ് ദ എയിം ഓഫ് ഇന്റേണൽ ഓഡിറ്റ്? ഓക്കെ, ആമിന, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? അതായത് ആ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഇംപ്രൂവ് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാം അല്ലെ. അതായത് പോരായ്മകളുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് അത് ഓർഗനൈസേഷനും അതിന്റെ പാർട്ട്നേഴ്സിനും ഒരിക്കലും പ്രതികൂലമായിട്ട് ബാധിക്കാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട പരിഹാര നടപടികൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഏരിയകൾ ഏതാണ്? അതായത് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട അല്ലെ, ഏറ്റവും ഡെഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന ഏരിയസ് ഏതാണ്? അതിനെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അല്ലെ. അതാണ് ആ ഒരു സ്ഥാപനത്തിന്റെ റിസ്ക് ഏരിയാസ് എന്ന് പറയുന്നത്. ആ റിസ്ക് ഏരിയാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓഡിറ്റ് പ്ലാൻ ആണ് അവിടെ തയ്യാറാക്കേണ്ടത്. ഒപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സുകളെയും കൂടെ മീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഓഡിറ്റ് പ്ലാന് തയ്യാറാക്കുന്നത്. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയോ? നിങ്ങള് ക്ലിയർ ആണോ? നിങ്ങൾക്ക് അത്രയും ഭാഗങ്ങള് ഓക്കെ ആണോ? വായിച്ചു നോക്കണോ കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചു നോക്കണം. ഈസിയാണ്, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും കേട്ടോ.
അതുകൊണ്ട് തന്നെ ഡെയിലി ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ഒറ്റ പ്രാവശ്യം, ഞാൻ ഒരുപാട് പ്രാവശ്യം വായിക്കാൻ നിങ്ങളോട് പറയുന്നില്ല, ഒറ്റ പ്രാവശ്യം മാത്രം വായിച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാര്യം നമ്മൾ ഡിപ്ലോമയിലെ പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളില്ല ഇതിനകത്ത്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കാം, എന്നാലാണ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അത് വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല, മനസ്സിലാക്കി വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ചെയ്യാണല്ലോ, അപ്പൊ ഞാൻ ഓൾറെഡി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്? നമുക്കറിയാം, കുറെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. ആ ഒരു സ്ഥാപനത്തിന്റെ പ്രോസസ്സുകള്, ഓപ്പറേഷൻസുകള്, ബിസിനസ്സുകള്, അതിന്റെ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ, ഇങ്ങനെ എല്ലാ ഏരിയകളും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. അതുപോലെ ഇന്റേണൽ ഓഡിറ്റിലൂടെ നമുക്ക് പോരായ്മകളുള്ള ഏരിയനെ ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട നടപടികൾ എടുക്കാനും നമുക്ക് ഇന്റേണൽ ഓഡിറ്റിലൂടെ സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും അവിടെ കുറച്ച് പോയിന്റ്സുകൾ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് മെയ്ഡ് എക്സിക്യൂട്ടീവ്സ് ഓഫ് publicly traded companies legally responsible for the accuracy of the financial statements and the internal controls over financial reporting. അതായത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ്സുകളെ, ആരാണ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവേണിംഗ് ബോഡീസ് ആണ് അല്ലെ, സിഇഒ, അതുപോലെ തന്നെ അതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ, അവരെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അവരാണ് ആ സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്സുകളെ അഥവാ ഗവേണിംഗ് ബോഡീസിനെ കുറേയും കൂടെ റെസ്പോൺസിബിൾ ആക്കി മാറ്റാണ്. എന്തിനെ റെസ്പോൺസിബിൾ ആക്കി മാറ്റാണ്? ഫോർ ദ ആക്യുറസി ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെ, അതെല്ലാം തന്നെ അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് എക്സിക്യൂട്ടീവ്സിന് അത് കൂടുതൽ റെസ്പോൺസിബിൾ ആക്കി മാറ്റാണ്, കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നു. അത് മാത്രമല്ല, ഇന്റേണൽ കൺട്രോൾസ് ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, അതിനപ്പുറത്തേക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ഇന്റേണൽ കൺട്രോൾസ്. ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സ്ഥാപനത്തിന്റെ സിസ്റ്റംസ്, പ്രോസസ്, ഓപ്പറേഷൻസ്, ബിസിനസ്. നമ്മൾ പൊതുവെ ഓഡിറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരിക കണക്കെടുപ്പാണ് അല്ലെ. ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ കണക്കെടുപ്പ്, ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കുന്നത് അല്ലെ. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ മാത്രമല്ല, അതിന് മാത്രമല്ല ആ ഒരു സ്ഥാപനത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള കൺട്രോൾസുകൾ, അതിന്റെ സിസ്റ്റംസുകള്, പ്രോസസ്സുകള്, ഓപ്പറേഷൻസുകള്, ഒപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ എല്ലാം കൃത്യത ഉറപ്പുവരുത്തുന്നതിന് അതിൽ എക്സിക്യൂട്ടീവ്സിന് കുറെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കി മാറ്റാണ്. കാര്യം എന്താണ്? ഇന്റേണൽ ഓഡിറ്റിലൂടെ അവര് പല കാര്യങ്ങളും കണ്ടെത്തും, അത് എക്സിക്യൂട്ടീവ്സിന് അവര് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഗവേണിംഗ് ബോഡീസിന് മനസ്സിലാവും ആ ഒരു സ്ഥാപനത്തില് ഏതൊക്കെ ഏരിയകളിൽ പോരായ്മകളുണ്ട്, എവിടെയൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുള്ളത്, അതൊക്കെ അവർക്ക് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും? അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവർ കുറെ കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് അവര് പ്രവർത്തിക്കും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ് ദാറ്റ് മെയ്ഡ് ദ എക്സിക്യൂട്ടീവ്സ് മോർ റെസ്പോൺസിബിൾ ഫോർ ദ അക്യുറസി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾസ് ഓഫ് എ ഓർഗനൈസേഷൻ. ഓക്കെ, ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങളത് കണക്കാക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അടുത്തത്, ഇന്റേണൽ ഓഡിറ്റ്സ് ഫംഗ്ഷൻ പ്ലേ എ ക്രിട്ടിക്കൽ റോൾ in helping executives to reach their conclusion. സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ എക്സിക്യൂട്ടീവ്സിന് അവർക്ക് ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നതിന് അവർ ഏറ്റവും അധികം എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റുകൾ സഹായിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? ആൾസോ ഇന്റേണൽ ഓഡിറ്റ് എഫർട്സ് to identify the breakdowns in internal controls helps to safeguard against potential fraud, waste or abuse and ensure compliance with the laws and regulations. അവിടെ 3 പോയിന്റുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 3 പോയിന്റുകളാണ് അവിടെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ.
എന്താണ് പറയുന്നത്? അതായത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ബ്രേക്ക് ഡൗൺസ് ഇൻ ഇന്റേണൽ കൺട്രോൾസ് ഓഫ് എൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളില് എന്തൊക്കെ പോരായ്മകളുണ്ട് അത് തിരിച്ചറിയാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് അല്ലെ. ഐഡന്റിഫൈ ദ weakness or deficiencies or breakdowns in an internal controls of an organization. ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളില് എന്തൊക്കെ ബ്രേക്ക് ഡൗൺസുകൾ ഉണ്ട്, എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ വീക്ക്നെസ്സുകൾ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. പിന്നെന്താണ്? ഇറ്റ് ഹെൽപ്സ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ ഫ്രോഡ്, വേസ്റ്റ് ഓർ അബ്യൂസ്. അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിന് ഫ്രോഡ് ആയിട്ടുള്ള, അതുപോലെ അവിടുത്തെ വേസ്റ്റ് അബ്യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ചില ചൂഷണമൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും? സേഫ്റ്റി അതൊക്കെ കുറെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. കാര്യം സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, തട്ടിപ്പുകള്, വേസ്റ്റുകള്, അബ്യൂസുകള് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അത് സ്ഥാപനത്തിനെ സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെയോ ആൻഡ് എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അതോടൊപ്പം തന്നെ അത് ബാധകമായിട്ടുള്ള എല്ലാ നിയമങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും ആ ഒരു സ്ഥാപനം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കും. ചുരുക്കി പറഞ്ഞാല് ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എന്താണ്? 4 കാര്യങ്ങളാണ് അവിടെ ഓർക്കാനുള്ളത്. ഒന്ന്, internal audit that made the executives more responsible in maintaining the accuracy of financial statements. അല്ലേ? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ ആക്യുറസി, കൃത്യത ഉറപ്പുവരുത്തുന്നതില് അവര് എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, ഇന്റേണൽ ഓപ്പറേഷൻസിന്റെ കാര്യത്തിലായിക്കഴിഞ്ഞാലും കൃത്യത ഉറപ്പുവരുത്തുന്നതില് അവര് എക്സിക്യൂട്ടീവ്സുകളെ, അതായത് ഗവേണിംഗ് ബോഡീസിനെ കുറേയും കൂടെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നു. ഓക്കെ. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്താ പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ബ്രേക്ക് ഡൗൺസ് അല്ലെ. ബ്രേക്ക് ഡൗൺസ്, വീക്ക്നെസ്, ഈ പറയുന്ന പോരായ്മകള്, വീക്ക്നെസ്സുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ്, അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ദ സേഫ്റ്റി ഫ്രം പൊട്ടൻഷ്യൽ ഫ്രോഡ്, വേസ്റ്റ് ഓർ അബ്യൂസ് അല്ലെ. ഓർഗനൈസേഷനെ ഈ പറയുന്ന വേസ്റ്റ്, അബ്യൂസ്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫ്രോഡുകള് ഇതിൽ നിന്നുമൊക്കെ ആ ഒരു ഓർഗനൈസേഷനെ എന്താക്കുന്നു? സേഫ് ആക്കുന്നു. Then last എന്താണ്? It helps to ensure the compliance with the laws and regulations. അല്ലെ. ഈ പറയുന്ന എല്ലാവിധ നിയമങ്ങളും നിയന്ത്രണങ്ങളും ആ ഒരു സ്ഥാപനം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് അത് ഉറപ്പുവരുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നു. അപ്പൊ മനസ്സിലായോ ഇന്റേണൽ ഓഡിറ്റിന് എത്രത്തോളം ആവശ്യകതയുണ്ടെന്നുള്ളത് മനസ്സിലായോ? ഓക്കെയാണോ? പോയിന്റുകൾ കിട്ടിയോ നമുക്ക്? ഒന്ന് വായിച്ചു നോക്കി. ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ നോക്കി? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അടുത്തത് നെക്സ്റ്റ് വരുന്നത് വാല്യൂസ് ജനറേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ വിത്ത് ആൻ ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. ഇനി ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ ഒരു ഓർഗനൈസേഷനിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മൾ കുറെ ഒഫീഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ഓഡിറ്റിങ്ങിലൂടെ നമുക്ക് ഇന്നത്തെ കാര്യങ്ങള്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. ഇന്റേണൽ കൺട്രോൾസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും പറയും. പക്ഷേ ഇതേ ഇന്റേണൽ ഓഡിറ്റിലൂടെ തന്നെ ഇതൊന്നും അല്ലാത്ത മറ്റു പല വാല്യൂസുകളും ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അതെന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. നോക്കാം. ടെക്നിക്കലി ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ കോസ്റ്റ് സെന്റർ in a company because it does not generate the revenue. Okay. ശരിക്കും നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചെലവേറിയ കാര്യമാണ്.
അതൊരിക്കലും ഒരു റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഒരു സ്ഥാപനത്തിന് ഒരിക്കലും വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല ഇന്റേണൽ ഓഡിറ്റ്. അതൊരു ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും എന്താണ് അതിന്റെ പ്രാധാന്യം എന്നാണ് പറയുന്നത്. However, a good internal function can be profoundly important to the survival and prosperity of an organization. അതായത് ഒരു ഓർഗനൈസേഷന്റെ സർവൈവലിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സമൃദ്ധി ഈ പറയുന്ന എന്താണ് പ്രോസ്പെരിറ്റിക്ക് ഒരു നല്ല ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോ ആ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, നമ്മളത് തിരിച്ചറിയാതെ എല്ലാ കാലത്തും അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ നിലനിൽപ്പിനെ ബാധിക്കും അല്ലെ. അപ്പൊ അതിന് സർവൈവ് ചെയ്ത് വരണം, ഇംപ്രൂവ് ചെയ്ത് വരണം. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ സർവൈവലിനും അതിന്റെ എന്താണ് ഈ പറയുന്ന പ്രോസ്പെരിറ്റി അതിന്റെ ഒരു സമൃദ്ധിക്കും നല്ലൊരു ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ പറയുന്നത് അൺലൈക്ക് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, internal auditors look beyond the financial statement reporting risk to consider broader issues such as the organization's reputation, operational efficiency, and strategic growth, and its impact on the environment, and the way it treats its employees. Underline ചെയ്യാട്ടോ. അതായത് നമുക്കറിയാം ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അത് ആ ഒരു ഓർഗനൈസേഷനിൽ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവർ ആ ഓർഗനൈസേഷന്റെ ഭാഗമല്ല, പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കുന്നു, അവർ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നു, ഓഡിറ്റ് നടത്തുന്നു. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന പൈസക്ക് അവരത് ചെയ്തു പോകും. അല്ലാണ്ട് ആ സ്ഥാപനത്തിന്റെ നന്മയൊന്നും അവരുടെ മനസ്സിലുണ്ടാകുന്നില്ല. അതേസമയം ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ആ ഓർഗനൈസേഷന് തന്നെ ഭാഗമാണ് അല്ലെ, ആ ഓർഗനൈസേഷൻ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഓർഗനൈസേഷന്റെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അവരതിനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക, അവർ കുറെ കൂടെ കമ്മിറ്റഡ് ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ്സ് വെറും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലല്ല അവർ ഓഡിറ്റ് നടത്തുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളില് മാത്രമല്ല. അപ്പൊ അതിനൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാലോ, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് വരുമ്പോ അവരെന്തിന് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഏരിയാസിനൊന്നും അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നോട്ടീസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനേക്കാൾ ഉപരി അതിനപ്പുറത്തേക്ക് മറ്റു പല ബ്രോഡർ ഇഷ്യൂസിനെയും അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് വേണ്ട അറ്റൻഷൻ അവർ കൊടുക്കും. എന്തൊക്കെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള വാല്യൂസ് ആണ്. എന്തൊക്കെ വാല്യൂസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക? ഓക്കെ, സച്ച് ഓർഗനൈസേഷൻസ് റെപ്യൂട്ടേഷൻ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ പ്രശസ്തി, റെപ്യൂട്ടേഷൻ, അതിന്റെ ഇമേജ്, അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അതിന്റെ പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമത, അതൊക്കെ പല വാല്യൂസ് ആണ്. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലെ, അല്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ, അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അവരുടെ പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമത, സ്ട്രാറ്റജിക് ഗ്രോത്ത് അല്ലെ, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെ ആ സ്ഥാപനത്തിന് ഉയർത്തിക്കൊണ്ട് വരണം, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജികള്, തന്ത്രങ്ങള് അല്ലെ. അതുപോലെ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ എൻവിയോൺമെന്റ്, ആ ഒരു ഓർഗനൈസേഷന്റെ എൻവിയോൺമെന്റിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്, പബ്ലിക് സർവീസ് കൊടുക്കുന്നതാണ് അല്ലെ. പിന്നെ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിന് അതിരിക്കുന്ന എൻവിയോൺമെന്റിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ വേ ഇറ്റ് ട്രീറ്റ്സ് ഇറ്റ്സ് എംപ്ലോയീസ്, അവിടെയുള്ള എംപ്ലോയീസിനെ ഏത് രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള വാല്യൂസുകളെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഏരിയകളെ വരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റ്സ് അവരുടെ ഓഡിറ്റിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ നമുക്ക് എന്തൊക്കെ വാല്യൂസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും? ഓർഗനൈസേഷൻ റെപ്യൂട്ടേഷൻ, ഓപ്പറേഷണൽ എഫിഷ്യൻസി, സ്ട്രാറ്റജിക് ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ എൻവിയോൺമെന്റ് and the way it treats its employees. എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് മറ്റു പല വാല്യൂസ് ആണ്. നമുക്ക് ഈ പറയുന്ന പോലെ പൈസ കൊടുത്ത് കിട്ടുന്ന കാര്യങ്ങളല്ല, അല്ലാതെ സർവീസ് മൈൻഡഡ് ആയിട്ട് സേവനങ്ങളിൽ നമ്മൾ എന്താ പറയാ
എടുക്കുന്ന ചില വാല്യൂസ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം what are the values that is generated by the internal audit. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വാല്യൂസ് ആണെന്നുള്ളത് ഇതൊക്കെയാണ്. Reputation, operational efficiency, strategic growth and its impact on environment, the way it affects the environment. Okay, clear ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഇത് വായിച്ചു നോക്കിയേ. നമ്മുടെ തുടക്ക ഭാഗങ്ങള് കുറച്ച് പതുക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് വേറെ കൊണ്ടുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ ഫുൾ ക്ലിയർ ചെയ്ത് പോകുമായിരിക്കും നല്ലത്. പക്ഷെ മിഡിൽ പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അത് വലിയ ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. പക്ഷെ ഈ തുടക്കം കുറച്ച് ഭാഗങ്ങള് ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്ലോയില് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് കാര്യം നോക്കാം കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ മനസ്സിലായല്ലോ. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, അതിന്റെ ഈ പറയുന്ന നീഡ് എന്താണ്, അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആരൊക്കെയാണ്, അതിനകത്ത് മെമ്പേഴ്സ് എങ്ങനെയായിരിക്കണം, അതുപോലെ അവർ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്, എന്തിലൂടെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റിന്റെ ടൈപ്പുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത്. ഇന്റേണൽ ഓഡിറ്റ് പല ടൈപ്പുകളുണ്ട്. നമ്മൾ ജനറലൈസ് ചെയ്തിട്ടുള്ളത് ഇന്റേണൽ ഓഡിറ്റിന് മാത്രമാണ് പറഞ്ഞത്. നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, മറ്റു പല ഏരിയസുകളെയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റുകൾ ഉണ്ട്. പ്രധാനമായിട്ടും നമുക്ക് 5 ടൈപ്പുകളാണ് അവിടെ പഠിക്കാനുള്ളത്. ടൈപ്പാണ് 5 ടൈപ്പ്. അപ്പൊ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഏതൊക്കെയാണ് 5 ടൈപ്പ് നോക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻസ് ഓഡിറ്റ്, അതാണ് കംപ്ലൈൻസ് ഓഡിറ്റ്. രണ്ടാമത്തത് എൻവിയോൺമെന്റൽ ഓഡിറ്റ്. മൂന്നാമത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. നാലാമത്തത് ഓപ്പറേഷണൽ ഓഡിറ്റ്. ആൻഡ് ഫിഫ്ത് വൺ പെർഫോമൻസ് ഓഡിറ്റ്. കിട്ടിയോ? 5 ടൈപ്പ് ഓഡിറ്റുകളാണ്. 1, 2, 3, 4, 5 5 അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണ് മനസ്സിലാക്കാം. നോക്കാം. While a significant portion of internal audit covers internal controls over financial reporting within the organization, അതുപോലെ as they pertain to generally accepted accounting procedures GAAP, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇമ്പാക്ടിംഗ് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് നമുക്കറിയാം ഇന്റേണൽ ഓഡിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, അല്ലാതുള്ള ഓർഗനൈസേഷന്റെ ഇന്റേണൽ കൺട്രോൾസിനെ എല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടാണ് പൊതുവെ എന്ത് നടത്തുന്നത്, ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. കാര്യം നമുക്കറിയാം അത് സ്ഥാപനത്തിന്റെ തന്നെ ഭാഗമാണ്. ആ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ കമ്മിറ്റഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമായിരിക്കില്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, മറ്റു പല ഇന്റേണൽ കൺട്രോൾസിനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും ഇന്റേണൽ ഓഡിറ്റുകൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ as they pertain to generally accepted accounting procedure GAAP, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. GAAP എന്താണ് എന്റെ ഫുൾ ഫോം? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. അതായത് ഓർഗനൈസേഷൻ ഈ പറയുന്ന അതിന്റെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇന്റേണൽ ഓഡിറ്റ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ? ശരിയാണല്ലോ. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്, അക്കൗണ്ടിങ്, അതെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് റൂൾസുകൾക്ക്, മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിലും ഇന്റേണൽ ഓഡിറ്റ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് GAAP കേട്ടോ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രൊസീജിയർ. അതിനനുസൃതമായിട്ട് വേണം ആ ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ. ഓക്കെ,
ഇനി many organizations also recognize the need for other types of assessment or audits outside of accounting or finance. ഇന്ന് പല ഓർഗനൈസേഷനും ഫിനാൻസിൽ മാത്രമല്ല, ഫിനാൻസ് എന്നതിനപ്പുറത്തേക്ക് മറ്റു പല ടൈപ്പ് ഓഫ് അസസ്മെന്റുകള്, മറ്റു പല ടൈപ്പ് ഓഫ് ഓഡിറ്റുകള് അവരെ ആവശ്യപ്പെടുന്നുണ്ട്. സം ഓഫ് ദീസ് കീ ഏരിയാസ് ഇൻക്ലൂഡ്, ഏതൊക്കെയാണ് 5 ടൈപ്പ് എന്ന് പറയുന്നത്? ഒന്ന് കംപ്ലൈൻസ് ഓഡിറ്റ്. കംപ്ലൈൻസ് ഓഡിറ്റിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് റെഗുലേറ്ററി ട്ടോ. അപ്പൊ കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാലും റെഗുലേറ്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് ട്ടോ. അതുപോലെ എൻവയോൺമെന്റൽ, ഇൻഫർമേഷൻ ടെക്നോളജി, ഓപ്പറേഷണൽ ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ്. ഇത്രയുമാണ് 5 ടൈപ്പ് ഓഡിറ്റുകൾ വരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ കുറെയൊക്കെ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഗസ് ചെയ്ത് മനസ്സിലാക്കാം. കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കംപ്ലൈന്റ് അല്ലാണ്ട് അത് പരാതി. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് റെഗുലേറ്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നു അതിന് ബാധകമായിട്ടുള്ള ചില ലോസ് ആൻഡ് റെഗുലേഷൻസുകളുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കണം, അല്ലെ? പാലിക്കുന്നുണ്ടോ എന്ന് അസസ് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ പഠിക്കുന്നത്, നമ്മൾ ഹോസ്പിറ്റൽ തന്നെയാണ്. ഹോസ്പിറ്റൽ എടുത്താൽ നമുക്കറിയാം, നമ്മൾ ഡിപ്ലോമയ്ക്ക് പഠിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെതായ ചില ലോസ് ആൻഡ് റെഗുലേഷൻസുകൾക്ക് അനുസരിച്ചിട്ടാണ് അതിന് പ്രവർത്തിക്കാൻ പറ്റുക. കാര്യം അവിടെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്, സില്ലേജ് വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്, റേഡിയേഷൻ ലൈസൻസ് ഉണ്ടായിരിക്കണം, അല്ലെ? ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പറയുന്ന ലോകളൊക്കെ അനുസരിച്ചിട്ട് വേണം അവിടെ പ്രവർത്തിക്കാനായിട്ട്, അല്ലെ? പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും, സെൻട്രൽ നിയമങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? അതൊക്കെ ഉണ്ട്. അതുപോലെ AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അങ്ങനെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ പാലിച്ചിരിക്കണം, അല്ലെ? അങ്ങനെ ഒരു സ്ഥാപനം ഈ ബാധകമായിട്ടുള്ള എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഓഡിറ്റാണ് കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ? അതായത് ഒരു ഓർഗനൈസേഷന് അതിന്റെ എൻവയോൺമെന്റിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, എൻവയോൺമെന്റൽ ആയിട്ടുള്ള ലോസ് റെഗുലേഷൻസുകൾ അവർ പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെ? എൻവയോൺമെന്റിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട്, അത് അസസ് ചെയ്യുന്ന, അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് നമുക്ക് എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയാം. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? IT, അല്ലെ? നമ്മൾ പഠിച്ചതാണ് ഡിപ്ലോമയില് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിലൂടെയാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി അത് അസസ് ചെയ്യുന്നതിനായിരിക്കാം ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. പിന്നെ ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങൾ, അതിന്റെ കാര്യക്ഷമത, അതിന്റെ ഇഫക്റ്റീവ്നെസ് അത് അസസ് ചെയ്യുന്നതിനുള്ള ഓഡിറ്റ് ആയിരിക്കും ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ഓഡിറ്റ് എന്തായിരിക്കും? ആ സ്ഥാപനത്തിന്റെ പെർഫോമൻസ്, അല്ലെ? അത് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെ? മറ്റുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫീൽഡില് അവരുടെ റാങ്കിങ് എത്രത്തോളം ഉണ്ട്, അവരുടെ പെർഫോമൻസ് റാങ്കിങ് ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ട്, അല്ലെ? ഇതൊക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നുണ്ടാവുക പെർഫോമൻസ് ഓഡിറ്റ് നടത്തുന്നുണ്ടാവുക. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി, ഇതൊക്കെ ആയിരിക്കാം എന്നുള്ളൊരു അസംപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് തന്നെയാണ് നമുക്കത് മാറ്റിയത്. നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ കംപ്ലൈൻസ് ഓഡിറ്റ്. നോക്കാം. കംപ്ലൈൻസ് ഓഡിറ്റ്സ് ഇവാലുവേറ്റ് complaints with the applicable laws, regulations, policies and procedures. അത്രയേ ഉള്ളൂ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ആ ഒരു സ്ഥാപനത്തിന് ബാധകമായിട്ടുള്ള എല്ലാ ലോകളും റെഗുലേഷൻസുകളും പോളിസികളും പ്രൊസീജിയറുകളും ആ ഒരു സ്ഥാപനം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റിന് നമുക്ക് എന്ത് പറയാം? കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പറയുന്ന റെഗുലേഷൻസിന്? നമ്മളത് പാലിക്കണം എന്ന് പറയുന്നുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ? ഓക്കെ, സം ഓഫ് ദീസ് റെഗുലേഷൻസ് മേ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദ കമ്പനീസ് ഫിനാൻഷ്യൽ വെൽബീയിങ്. ഓക്കെ, അതായത് ഒരു ശരിക്കും പറഞ്ഞ ഒരു കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ക്ഷേമം ഉറപ്പുവരുത്തുന്നതില് ഈ പറയുന്ന റെഗുലേഷൻസിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഭയങ്കരമായ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്, ഫെയിലിയർ ടു ഫോളോ ദ ലോ സച്ച് ആസ് ഫോറിൻ കറക്റ്റ് പ്രാക്ടീസസ് ആക്ട്, FCPA. അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു പോകണം കേട്ടോ. FCPA എന്താണ്?
ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് കേട്ടോ. ദാറ്റ് മീൻസ് നമ്മൾ ഈ അഴിമതി നിയന്ത്രിക്കുന്നതുമായിട്ട് അഴിമതി തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് FCPA എന്ന് പറയുന്നത് കേട്ടോ, ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്. അതുപോലെ തന്നെ GDPR എന്താണ്? ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട്. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, പേഴ്സണൽ ഡാറ്റ ആൻഡ് സെക്യൂരിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ്. അതായത് നമ്മൾ അവിടെയുള്ള വരുന്ന വ്യക്തി, ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യൻസ് ആണ്, അപ്പൊ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റ, അവരുടെ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ആക്ട് ആണ് GDPR. ഇതൊക്കെ ഒന്ന് രണ്ട് ലോകളാണ്. അതായത് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങള് അവർക്ക് ബാധകമായിട്ടുള്ള ചില ആക്ടുകളാണ് ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള FCPA ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട് ഇതൊക്കെ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് അറിയോ? ഇറ്റ് മേ റിസൾട്ട് ഇൻ millions of dollars in fines or preclude a company from doing the business in certain jurisdiction. There is a link to a beginner's label to GDPR. ഓക്കെ, അത് വേറൊന്നുമല്ല പറയുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള നിയമങ്ങള് പാലിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചിലപ്പോ millions of dollars പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. പിഴ അടച്ചാൽ മാത്രം പോരാ, ചിലപ്പോ ആ ഒരു പെർട്ടിക്കുലർ ജൂറിസ്ഡിക്ഷനില് ആ ഒരു ഓർഗനൈസേഷന് ബിസിനസ് ചെയ്യാൻ പോലും സാധിക്കാതെ വരും. ഈ നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ലൈസൻസ് കട്ടായി പോകും. ഒരിക്കലും അവിടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഇത് നോക്കുക. കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? evaluate the complaints with the applicable laws, regulations, policies and procedures. Okay, so FCPA full form പഠിച്ചു വെക്കാം, GDPR full form പഠിച്ചു വെക്കാം. Okay, clear ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് കേട്ടോ. എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് അസസ് the impact of a company's operations on the environment. They may also evaluate the company's adherence to environmental laws and regulations. Okay, that means ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിന് അതിന് എൻവിയോൺമെന്റിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ട്, എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് അസസ് ചെയ്യുന്നതിനുള്ള ഓഡിറ്റ് ആണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരിടം, അതിന് ചുറ്റുമുള്ള എൻവിയോൺമെന്റുമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ദീസ് മേ ആൾസോ ഇവാലുവേറ്റ് ദ കമ്പനീസ് അഡ്ഹിയറൻസ് ടു എൻവിയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻ. എൻവിയോൺമെന്റൽ ആയിട്ടുള്ള ലോസും റെഗുലേഷൻസുകളും ആ കമ്പനി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഒരു ഓഡിറ്റിലൂടെ ഇവാലുവേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലാണ് പഠിക്കാനുള്ളത്. സോ ഹോസ്പിറ്റലിലാണെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റുകളുണ്ട്, സിലേജ് വേസ്റ്റുകളുണ്ട്, അവർക്ക് ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, പിന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്, ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് പ്രാദേശികമായിട്ടും പ്രാദേശികം മാത്രമല്ല സെൻട്രലി ആയിട്ടുള്ള നിയമങ്ങളൊക്കെ റെഗുലേഷൻസുകളൊക്കെ പാലിക്കണം, അല്ലെ? അല്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ എൻവിയോൺമെന്റിലോട്ട് ഇട്ട് കഴിഞ്ഞാല് ഭയങ്കരമായ പൊല്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും, അല്ലെ? അപ്പൊ എൻവിയോൺമെന്റിൽ അത് നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ടോ, എൻവിയോൺമെന്റിന്റെ ലോസും റെഗുലേഷൻസുകൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന് എൻവിയോൺമെന്റിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് അത് അസസ് ചെയ്യുന്ന ഓഡിറ്റ് ഏതാണ്? എൻവിയോൺമെന്റൽ ഓഡിറ്റ്. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് IT ഓഡിറ്റ് കേട്ടോ, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്? എന്തായിരിക്കും ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുകള്, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കുകള്, അതിന്റെയൊക്കെ അസസ്മെന്റ് ആണ് അവിടെ ചെയ്യുന്നത്, അല്ലെ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയല്ല, മാനുവലി അല്ല പല കാര്യങ്ങളും ചെയ്യുന്നത്, ഓട്ടോമേറ്റഡ് ആണ്. അതുപോലെ തന്നെ പേപ്പർ വർക്കുകളല്ല, കൂടുതലും നമ്മൾ സിസ്റ്റം വൈസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇത് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അറിയാലോ, അതിനതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. സോ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സ് മേ ഇവാലുവേറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതായത് ഇൻഫർമേഷൻ സിസ്റ്റംസ്, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്കുകള്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ അണ്ടർലൈങ് ഇൻഫ്രാസ്ട്രക്ചർ
to ensure the accuracy of their processing. Underlying infrastructure എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകള്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ സർവറുകള്, ഡാറ്റാബേസുകള്, ഇതൊക്കെയാണ് അണ്ടർലൈങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അതിന് സപ്പോർട്ട് ചെയ്യുന്ന സർവറുകള്, ഡാറ്റാബേസുകള്, അതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം. എന്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ടു എൻഷുർ ദ ആക്യുറസി ഓഫ് ദെയർ പ്രോസസിംഗ്. അതായത് ഈ IT-യിലൂടെയുള്ള പ്രോസസ്സിംഗും കാര്യങ്ങളുടെയും കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അതായത് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റംസിലെ അണ്ടർലൈൻ ഇൻഫ്രാസ്ട്രക്ചറുകള് ഇതിന് വേണ്ടിയിട്ടാണ് ടു എൻഷുർ ദ ആക്യുറസി ഓഫ് ദെയർ പ്രോസസിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. ഇനി അതോടൊപ്പം തന്നെ the security and the confidential customer information or intellectual property. അതായത് accuracy of their processing എന്ന് പറയുന്നത് എന്തൊക്കെ പ്രോസസ്സുകളാണ്? സെക്യൂരിറ്റി, പേഷ്യൻസിന്റെ ആണെങ്കിൽ പേഷ്യന്റിന്റെ സെക്യൂരിറ്റി, കോൺഫിഡൻഷ്യൽ കസ്റ്റമർ ഇൻഫർമേഷൻ അല്ലെ, ഈ പറയുന്ന വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻസ്. അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള്, ഇതിന്റെയൊക്കെ ആ ഒരു സേഫ്റ്റി, അതുപോലെ സെക്യൂരിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇതൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ മറ്റും ഇവാലുവേറ്റ് ചെയ്ത് ഓഡിറ്റാണ് IT ഓഡിറ്റ് അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, they will typically include the assessment of general IT controls. അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ള എല്ലാ IT കൺട്രോൾസിന്റെ അസസ്മെന്റുകൾ ഈ ഒരു ഓഡിറ്റിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ജനറൽ IT കൺട്രോൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത്? റിലേറ്റഡ് ടു ലോജിക്കൽ ആക്സസ് ആണ്. ലോജിക്കൽ ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹു ക്യാൻ ആക്സസ് ദ സിസ്റ്റംസ് ഡാറ്റ. ഓക്കെ, ആർക്കൊക്കെ ഈ സിസ്റ്റത്തിലെ ഡാറ്റകൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡുകള്, ഐഡികൾ, അതൊക്കെ സെക്യൂർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങള് IT ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ ലോജിക്കൽ ആക്സസ്. അതുപോലെ തന്നെ ചേഞ്ച് മാനേജ്മെന്റ്. ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് IT സിസ്റ്റംസ് മാനേജ്മെന്റ് ആൻഡ് മെയിന്റനൻസ് ആണ് കേട്ടോ. ഹൗ എൻ ഓർഗനൈസേഷൻ മാനേജസ് ഇറ്റ്സ് എന്താ പറയാ ഇൻഫർമേഷൻ ടെക്നോളജി, എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നു, ഏത് രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെയുള്ളത്. പിന്നെ സിസ്റ്റം ഓപ്പറേഷൻസ്, ദാറ്റ് മീൻസ് ഡേ ടു ഡേ IT മാനേജ്മെന്റ്, അതുപോലെ മെയിന്റനൻസ്, ഇതൊക്കെയാണ് സിസ്റ്റം ഓപ്പറേഷൻസ്. പിന്നെ ബാക്കപ്പ് ആൻഡ് റിക്കവറി അല്ലെ, IT-യുടെ അതായത് കമ്പ്യൂട്ടേഴ്സിന്റെ ബാക്കപ്പ്, റിക്കവറി. ഒരിക്കലും ഒരു കാരണവശാലും എന്തെങ്കിലും ഡിസാസ്റ്ററോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ഒരിക്കലും നമുക്ക് ലോസ് ആവാൻ പാടില്ല അല്ലെ, നമുക്കത് റിക്കവർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ ആ ബാക്കപ്പ്, റിക്കവറി, പിന്നെ സിസ്റ്റം ഓപ്പറേഷൻസ്, ചേഞ്ച് മാനേജ്മെന്റ്, ലോജിക്കൽ ആക്സസ്, അങ്ങനെ IT-യുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺട്രോൾസുകളും ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷണൽ ഓഡിറ്റ്സ് കേട്ടോ. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം, ഓപ്പറേഷൻ മീൻസ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസസ്മെന്റ് ആണ് ഓപ്പറേഷണൽ ഓഡിറ്റിൽ നടത്തുന്നത് കേട്ടോ. ഓപ്പറേഷണൽ ഓഡിറ്റ് അസസ് ദ ഓർഗനൈസേഷൻസ് കൺട്രോൾ മെക്കാനിസം for their overall efficiency and reliability. ആ ഒരു സ്ഥാപനത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു എഫിഷ്യൻസി, കാര്യക്ഷമതയും അതിന്റെ ഒരു റിലയബിലിറ്റി, ദാറ്റ് മീൻസ് അവരുടെ ഒരു എന്താ പറയാ ട്രസ്റ്റ് അല്ലെ, ആ ഒരു വിശ്വാസ്യത, അതൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെക്കാനിസംസ്, ദാറ്റ് മീൻസ് ആ ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻസ് ഒക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട്, എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട്, എത്രത്തോളം റിലയബിൾ ആയിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അസസ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ടൈപ്പ്, ഫൈനൽ ടൈപ്പ് ഏതാണ്? പെർഫോമൻസ് ഓഡിറ്റ് ആണ്. അതാണ് പെർഫോമൻസ് ഓഡിറ്റ്. ഇറ്റ് ഇവാലുവേറ്റ് whether the organization is meeting the metrics set by management in order to achieve the goals and objectives specified by the board of directors. ഓക്കെ, അപ്പൊ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സെറ്റ് ചെയ്തിട്ടുള്ള മെട്രിക്സ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ മാനേജ്മെന്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവിധ സ്റ്റാൻഡേർഡുകളും ആ ഒരു ഓർഗനൈസേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ
അല്ലെ സംതൃപ്തമാക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മുടെ ഗവേണിംഗ് ബോഡീസ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ലക്ഷ്യങ്ങള് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സുകളെല്ലാം ആ ഒരു സ്ഥാപനത്തിന് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഓഡിറ്റാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകളുണ്ട്. ആ സ്റ്റാൻഡേർഡുകളെല്ലാം തന്നെ ആ ഒരു സ്ഥാപനം മീറ്റ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ സ്ഥാപനത്തിൻ്റെതായ ഒരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ടായിരിക്കും. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അതെല്ലാം ആ സ്ഥാപനം അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായിട്ട് നോക്കിയാണോ? അപ്പൊ ഒന്നാമത്തത് കംപ്ലൈൻസ് ഓഡിറ്റ് ആണ്. ദാറ്റ് മീൻസ് ബാധകമായിട്ടുള്ള എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസ് അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. എൻവിറോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന് എൻവിറോൺമെന്റിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അത് അസസ് ചെയ്യുന്ന ഓഡിറ്റിന് എൻവിറോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയും. then നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ടൈപ്പ് എന്തായിരുന്നു? ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, IT സിസ്റ്റംസ്, സോഫ്റ്റ്വെയർ, സർവറുകള്, ഡാറ്റാബേസുകള് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ഓഡിറ്റ്. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻസ് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് റിലയബിൾ ആയിട്ട് പോകുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്ന അസസ് ചെയ്യുന്ന ഓഡിറ്റിന് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്നും. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ? അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ അസസ് ചെയ്യുന്ന ഓഡിറ്റിന് പെർഫോമൻസ്. വായിച്ചു നോക്കിയേ, 5 ടൈപ്പ് ഓഡിറ്റുകൾ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ ഓർ പ്രോസസ് ആണ് കേട്ടോ. എളുപ്പമാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ അഥവാ പ്രോസസ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാല് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ അഥവാ പ്രോസസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. An internal audit should have 4 general phases of activities. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും 4 ഫേസുകളാണ്. ഫേസാണ് 4 ഫേസുകൾ കേട്ടോ. ഏതൊക്കെയാണ് 4 ഫേസുകൾ? ഇപ്പോഴേ തന്നെ പഠിക്കുക കേട്ടോ. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഫസ്റ്റ് വൺ എന്താണ്? പ്ലാനിങ്. സെക്കൻഡ് വൺ എന്താണ്? ഫീൽഡ് വർക്ക്. തേർഡ് വൺ റിപ്പോർട്ടിംഗ് ആൻഡ് ഫോർത്ത് വൺ ഫോളോ അപ്പ്. സിമ്പിൾ ആയിട്ടുള്ള ഫേസുകളാണ്. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്കൊരു പ്ലാനിങ് വേണം അല്ലെ. ഓടിപ്പോയി ചെയ്യരുത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചെറിയൊരു പ്ലാനിങ് നല്ലതായിരിക്കും. പ്ലാനിങ് വിചാരിച്ച പോലെ നടക്കോ ഇല്ല എന്നുള്ളത് നോക്കണ്ട, പക്ഷെ പ്ലാനിങ് വേണം അല്ലെ. സോ അതൊരു കോമൺ സ്റ്റെപ്പ് ആണ്. പ്ലാനിങ് വേണം. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആക്ഷൻ ആക്കാം, ഒരു ആക്ഷൻ എടുക്കാം. നെക്സ്റ്റ് ഫീൽഡ് വർക്ക് അല്ലെ. പിന്നെ റിപ്പോർട്ടിംഗ് ആണ് കേട്ടോ. റിപ്പോർട്ടിംഗ് ആണ് നാലാമത്തത്. ഫോളോ അപ്പ്. അതാണ് ആ ഒരു റൗണ്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ക്ലോക്ക് വൈസ് ഓർഡറിലാണ് പോകുന്നത്. ഇങ്ങനെ ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിട്ട് പോകണം. ആദ്യം പ്ലാനിങ്, പ്ലാനിങ് കഴിഞ്ഞാൽ ഫീൽഡ് വർക്ക്, ഫീൽഡ് വർക്ക് കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ്, റിപ്പോർട്ടിംഗ് കഴിഞ്ഞാൽ ഫോളോ അപ്പ്. ഇഗെയിൻ പ്ലാനിങ്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിംഗ്, ഫോളോ അപ്പ്. ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഇതിന്റെ പോകുന്നത്. അപ്പൊ ഒരു 4 ഫേസ് മാത്രമേ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഫേസ് എന്താണ്? പ്ലാനിങ് ആണ് അല്ലെ. ഓക്കെ.
During the planning process, the internal audit team will define the scope and objectives. Review guidance relevant to audit. Okay. Review the result from previous audits, set a timeline and budget for the audit, create an audit plan to be executed, identify the process owners to involve, and schedule and initiate meeting to commence the audit. Okay, planning. അപ്പൊ പ്ലാനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മള് പ്ലാൻ ചെയ്യാണ്, ആസൂത്രണം ചെയ്യാണ്, തയ്യാറെടുപ്പുകൾ നടത്താണ് അല്ലെ. അപ്പൊ ഈ പ്ലാനിങ് പ്രോസസ് സമയത്ത് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്താൻ പോവാണ്. അതിന് മുമ്പ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൽ എന്ത് ചെയ്യും? നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് ടീം ഉണ്ടല്ലോ, ആ ടീമാണ് അവരാണല്ലോ നടത്തുന്നത്. ആ ഇന്റേണൽ ഓഡിറ്റ് ടീം എന്ത് ചെയ്യും? They will define scope and objectives. അവരെന്ത് ചെയ്യും? സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യും. എന്ന് പറഞ്ഞാല് ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് എന്താണോ നമ്മൾ ലക്ഷ്യമിടുന്നത് അല്ലെ, അതിന്റെ സ്കോപ്പ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, എന്തൊക്കെ ഏരിയകൾ നമുക്ക് ഫോക്കസ് ചെയ്യണം. സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ ഏതൊക്കെ ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് നടത്തണം, ഏത് രീതിയിൽ നടത്തണം, നമ്മൾ ആ ഓഡിറ്റ് കൊണ്ട് എന്താണ് നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, ഇതെല്ലാം തന്നെ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തെ എന്ത് ചെയ്യും? റിവ്യൂ ദ ഗൈഡൻസ് റിലവന്റ് ടു ഓഡിറ്റ്. ആ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന റിലവന്റ് ആയിട്ടുള്ള ഗൈഡൻസുകൾ അവരെന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും, അവലോകനം ചെയ്യും. എന്ന് പറഞ്ഞാല് നമ്മളൊരു ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഓഡിറ്റുമായിട്ട് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ലോസ്, ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ലോസ് ഉണ്ട്, റെഗുലേഷൻസ്, ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ്, കമ്പനിയുടെ പോളിസി പ്രൊസീജിയർ, അങ്ങനെ ആ ഓഡിറ്റുമായിട്ട് റിലവന്റ് ആയിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ ഗൈഡൻസുകളും നമ്മൾ എടുക്കും അല്ലെ. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കും, റിവ്യൂ ചെയ്യും. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ എന്താണ്? റിവ്യൂ ദ റിസൾട്ട് ഫ്രം പ്രീവിയസ് ഓഡിറ്റ്. ഇതിനു മുമ്പ് ഓഡിറ്റ് നടന്നിട്ടുണ്ടാവും, അതിന്റെ റിസൾട്ടുകൾ നമ്മൾ റിവ്യൂ ചെയ്യും അല്ലെ, അവലോകനം ചെയ്യും. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അന്ന് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫൈൻഡിങ്സുകൾ അവര് നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് അവര് മുന്നത്തെ ഓഡിറ്റിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഏതൊക്കെ ഏരിയകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, നോട്ടീസ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് അതിന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ റിവ്യൂ ദ റിസൾട്ട് ഫ്രം ദ പ്രീവിയസ് ഓഡിറ്റ്, അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ എന്താണ്? സെറ്റ് എ ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് അത്യാവശ്യം ബഡ്ജറ്റ് വേണം. എന്ന് നടത്തണം, എപ്പോ നടത്തണം അല്ലെ, ടൈം ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യണം അല്ലെ. അതാണ് അടുത്ത സ്റ്റെപ്പ്. സെറ്റ് ദ ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ്. ആ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സമയപരിധി, ഒരു ടൈം ലൈൻ നമ്മൾ സെറ്റ് ചെയ്തു. ഏകദേശം അതിന് വരുന്ന ബഡ്ജറ്റ് നമ്മൾ കണക്കാക്കി വെക്കാം അല്ലെ. കാര്യം ചെലവുള്ള ഒരു പ്രോസസ് ആണ്. സോ അതിന്റെ ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ആക്കി വെക്കുന്നു. എന്നിട്ടോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്രിയേറ്റ് ആൻ ഓഡിറ്റ് പ്ലാൻ ടു ബി എക്സിക്യൂട്ടഡ്. നമുക്ക് നടപ്പിലാക്കാനുള്ള ആ ഒരു ഓഡിറ്റ് പ്ലാൻ എന്താണോ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. ഓഡിറ്റ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏതൊക്കെ ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് നടത്തണം. അതുപോലെ തന്നെ അതോടൊപ്പം ആ ഒരു സ്ഥാപനത്തിന്റെ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മളൊരു ഓഡിറ്റ് പ്ലാൻ അവിടെ തയ്യാറാക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ identify the process owners to involve. That means that identify the persons who involved in that auditing. ആ ഓഡിറ്റിംഗിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്ത, ഏതൊക്കെ ഇൻഡിവിജ്വൽസ്, ഏതൊക്കെ ആളുകളാണ് ആ ഒരു ഓഡിറ്റിന്റെ ഭാഗമാകുന്നത്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഷെഡ്യൂൾ ആൻഡ് ഇനീഷ്യേറ്റ് മീറ്റിംഗ് ടു കമൻസ് ദ ഓഡിറ്റ്. ആ ഓഡിറ്റ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അതായത് നമ്മൾ ആ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മാനേജ്മെന്റ് ആയിട്ട്, എക്സിക്യൂട്ടീവ്സുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ അതിൽ ഇൻവോൾവ് ചെയ്യാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മീറ്റിംഗ് അവിടെ ഷെഡ്യൂൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, പ്ലാനിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇപ്പൊ പ്ലാനിങ്ങിനകത്ത് ആദ്യം എന്താ ചെയ്യുന്നത്? ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത് എന്താണ്? റിവ്യൂ ദ ഗൈഡൻസ് റിലവന്റ് ടു ഓഡിറ്റ്. ആ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമ്മൾ അവലോകനം ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? റിവ്യൂ ദ റിസൾട്ട് ഫ്രം ദ പ്രീവിയസ് ഓഡിറ്റ്. മുൻപ് നടന്ന ഓഡിറ്റിന്റെ റിസൾട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിവ്യൂ ചെയ്യുന്നു. സെറ്റ് ദ ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ഓഡിറ്റ്. ഓഡിറ്റിങ്ങിനായിട്ടുള്ള ടൈം ലൈൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നു.
then create an audit plan to be executed. നടപ്പിലാക്കേണ്ട ഒരു audit plan create ചെയ്യുന്നു. Identify the process orders to involve. That means identify the individuals who involved in the auditing. ആ ഓഡിറ്റിംഗിന്റെ ഭാഗമാവേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്, ഐഡന്റിഫൈ ചെയ്യുന്നു. Then schedule a initiate meeting to communicate with the data executives. അല്ലെ, എക്സിക്യൂട്ടീവ്സ് ആയിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് ഈ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഏത് ഫേസിൽ വരുന്നത്? പ്ലാനിംഗ് ഫേസിൽ. ചുരുക്കി പറഞ്ഞ തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? പ്ലാനിങ് ക്ലിയർ അല്ലേ? പ്ലാനിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോരോ പോയിന്റുകളായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഫീൽഡ് വർക്ക്. പ്ലാനിങ് ഒക്കെ തയ്യാറാക്കി, അവിടെ നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി അല്ലെ, നടപ്പിലാക്കിയാൽ മതി. ഫീൽഡിൽ ഇറങ്ങി അതങ്ങ് നടപ്പിലാക്കുക അല്ലെ, അതാണ് എന്ത്? ഫീൽഡ് വർക്ക്. ഓക്കെ, ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. ഒരു ഓഡിറ്റിംഗിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഫീൽഡ് വർക്കാണ്. കാരണം ആ ഒരു സമയത്ത് ആ ഒരു ഫേസിലാണ് നമ്മൾ ആ ഓഡിറ്റ് നടത്തുന്നത്. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ഫേസിലാണ്. ആ ഒരു ഫേസ് ആണ് എന്ത്? ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദിസ് ഫേസ് ദ ഓഡിറ്റ് ടീം വിൽ എക്സിക്യൂട്ട് ഓഡിറ്റ് പ്ലാൻ. അപ്പൊ ഈ ഒരു ഫേസില് ഓഡിറ്റ് ടീം എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് പ്ലാൻ നടപ്പിലാക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് യൂഷ്വലി ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ ഓഡിറ്റ് നടപ്പിലാക്കുന്നത് നോക്കിയേ. ദിസ് യൂഷ്വലി ഇൻക്ലൂഡ്സ് ഇന്റർവ്യൂവിംഗ് കീ പേഴ്സണൽ to confirm an understanding of the process and controls. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നറിയോ? കീ പേഴ്സണൽ. പേഴ്സണൽ മീൻസ് സ്റ്റാഫ്. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? ചിലപ്പോൾ സിഇഒ ആയിരിക്കാം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കാം. അവരുമായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സംസാരിക്കും. എന്തിനാ സംസാരിക്കുന്നത്? ടു കൺഫേം an understanding of the process and controls. ആ ഒരു സ്ഥാപനത്തിന്റെ പ്രോസസ്സുകള്, സിസ്റ്റംസുകള്, ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്, അത് ശരിയായ രീതിയിൽ അവിടെ ഉണ്ടോ? അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾസ് അല്ലെ, അവിടുത്തെ കൺട്രോൾസുകൾ പ്രോപ്പർ ആയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ കീ പേഴ്സണൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണോ അവരുമായിട്ട് ആദ്യം സംസാരിക്കും. ഈ ഒരു ഫേസിൽ അത് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനുശേഷം റിവ്യൂവിംഗ് റിലവന്റ് ഡോക്യുമെന്റ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന റിലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകള്, റെക്കോർഡുകള്, എവിഡൻസുകള്, ഇതൊക്കെ തന്നെ അവർ എന്ത് ചെയ്യും? പരിശോധിക്കും. അതായത് ഓഡിറ്റ് നടത്തുകയാണ് അവര് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകളും അതുപോലെ തന്നെ റെക്കോർഡുകളും അതെല്ലാം അവര് റിവ്യൂ ചെയ്യും അല്ലെ, അവലോകനം ചെയ്യും. ഫോർ എൻ എക്സാമ്പിൾ, എക്സിക്യൂഷൻ ഓഫ് ദ കൺട്രോൾസ്, ടെസ്റ്റിംഗ് ദ കൺട്രോൾസ് ഫോർ എ സാമ്പിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ടെസ്റ്റ് കൺട്രോൾസ് അല്ലെ, ടെസ്റ്റ് ദ കൺട്രോൾസ്, ഇന്റേണൽ കൺട്രോൾസുകൾ അവർ ടെസ്റ്റ് ചെയ്യും, പരിശോധിക്കും. എങ്ങനെ? അതായത് ഒരു നിശ്ചിത ടൈം പീരീഡില്, ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധിയിൽ, അതിനൊരു ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ഇന്റേണൽ ഓഡിറ്റ് വർഷം മുഴുവൻ നടത്താൻ പറ്റില്ല, ഒരു നിശ്ചിത സമയത്താണ് നടത്തുന്നത്. ഇവരെന്ത് ചെയ്യും? ആ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഒരു നിശ്ചിത ടൈം പീരീഡില് അതിന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ ഇന്റേണൽ കൺട്രോൾസുകളൊക്കെ അവർ പരിശോധിക്കും. എന്നിട്ടോ ഡോക്യുമെന്റിംഗ് ദ വർക്ക് പെർഫോമൻസ്. ആ ഒരു ഫീൽഡ് വർക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഫൈൻഡിങ്സ്, ഒബ്സർവേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? ഡോക്യുമെന്റ് ചെയ്യും. ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ രേഖപ്പെടുത്തും അല്ലെ, എന്തൊക്കെ വർക്ക് അവർ ചെയ്തു അല്ലെ, എന്തൊക്കെ അവര് കണ്ടെത്തി, എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് അതിനവര് മനസ്സിലാക്കിയത്, അതൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് രേഖപ്പെടുത്തി വയ്ക്കും. എന്നിട്ടോ ഐഡന്റിഫൈ എക്സെപ്ഷൻ ആൻഡ് റെക്കമെൻഡേഷൻ. അങ്ങനെ കണ്ടെത്തിയിട്ട് ഐഡന്റിഫൈ എക്സെപ്ഷൻസ് എന്ന് വെച്ചാൽ പോരായ്മകളുള്ള ഏരിയകള് ഏതൊക്കെയാണെന്ന് അവർ തിരിച്ചറിയും. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൂടെ അവര് മുന്നോട്ട് വെക്കും. ഇങ്ങനെയാണ് ഫീൽഡ് വർക്കിൽ നടക്കുന്നത്. ക്ലിയർ? ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഈ ഒരു ഫേസിലാണ് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണോ അദ്ദേഹവുമായിട്ട് സംസാരിക്കും. എന്നിട്ട് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങള്, അവിടുത്തെ ഇന്റേണൽ കൺട്രോൾസുകളൊക്കെ പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കുന്നുണ്ടോ, ശരിയായ രീതിയിൽ തന്നെയാണോ പോകുന്നത്, അതൊക്കെ അവരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റുകള്, റെക്കോർഡുകള്, എവിഡൻസുകള്, ഇതെല്ലാം തന്നെ അവർ റിവ്യൂ ചെയ്യും. എന്തിനു പറയുന്നത്? അവിടുത്തെ ഇന്റേണൽ കൺട്രോൾസുകൾ അവർ ടെസ്റ്റ് ചെയ്യും. ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധിയില്, ഒരു നിശ്ചിത ടൈം പീരീഡില്
ഉള്ള ആ ഒരു കൺട്രോൾസുകളൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, അവർ പെർഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ ഡോക്യുമെന്റ് ചെയ്യും, രേഖപ്പെടുത്തും. എന്നിട്ടോ അങ്ങനെ രേഖപ്പെടുത്തിയിട്ട് ഏതൊക്കെ ഏരിയകളിലാണ് പോരായ്മകൾ ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അത് റെക്ടിഫൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് അവര് ചെറിയ രീതിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഫീൽഡ് വർക്കിനകത്ത് നടക്കുന്നത്. ഓക്കെ, ക്ലിയറായി പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ അടുത്ത രണ്ട് ഫേസ് നമുക്ക് പറയാനുണ്ട്. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്, ഫോളോ അപ്പ് എന്ന് പറഞ്ഞൊരു ഫേസും കൂടെ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഈ രണ്ട് ഫേസുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്താണ് ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താനോട് ഒന്ന് പറഞ്ഞിരുന്നേ. ക്ലാസ് എടുക്കുമ്പോ പറയൂ കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ എന്താണ് പോർഷൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും റിവിഷനും മറ്റൊക്കെ സമയം കിട്ടുമ്പോ അത് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ പറയും. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകാം. നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻസിന് അതിന് ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മൾ ക്ലാസ് കേട്ട് മനസ്സിലാവുന്നുണ്ട്, അതൊന്നും മാത്രം കാര്യമില്ല. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് രീതിയിലാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അതിനനുസരിച്ച് തയ്യാറാക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡിപ്ലോമ പോലെയല്ലല്ലോ, PG കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടൊക്കെ മനസ്സിലാക്കി പോകാം. അത്രേ നമുക്ക് പറ്റൂ. ഫൈനൽ എക്സാം ആവട്ടെ, സമയമുണ്ടല്ലോ. ജസ്റ്റ് നമ്മൾ PG തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, ഫൈനൽ എക്സാം എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. പോർഷൻസ് ഒക്കെ കഴിയുമ്പോഴേക്കും വരും. ഓക്കെ, 3 months. ഓക്കെ, 3 months എന്തായാലും കഴിയണം. ഇതൊക്കെ ഫൈനൽ എക്സാം വരുള്ളൂ കേട്ടോ. 3 months കൊണ്ടാണ് നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, 3 months കംപ്ലീറ്റ് വരുമോ 2 months വരുമോ എന്നൊന്നും അറിയില്ല. ഫോണിനനുസരിച്ച് കേട്ടോ. നമുക്ക് അധികം ക്ലാസ്സുകളൊക്കെ മിസ്സാവാതെ പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ക്ലാസ്സുകൾ മിസ്സായി പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. എന്തെങ്കിലും അവധികൾ വരുമ്പോ ഇപ്പോഴൊക്കെയാണ് നമുക്ക് നീണ്ടു പോകുന്നത്. പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ പ്രശ്നമില്ല. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? വായിക്കണം കേട്ടോ, വായിക്കണം. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു.